പ്രതീക്ഷിച്ച മാതിരി തന്നെ ഒരിയലിനെ പുറത്താക്കി. പിന്നെ ഇതിനകത്തിലെ ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് വന്നത് ആര്യൻ ജിഷയിൽ വിഷയമാണ്. ലക്ഷ്മിയുടെ സന്തോഷത്തിന് കുട്ടിയെ കാണിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ സാബുമാന് പ്രോട്ടീൻ പൗഡർ വേണം, അല്ലെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി തന്നെ ഒരിയലിനെ പുറത്താക്കി. ഒനിയിൽ ഈ ആഴ്ച പോകുമെന്നുള്ള ഏറെക്കുറെ ധാരണ ഉണ്ടായിരുന്നു. ഡബിൾ എവിക്ഷനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി നാളെ ആരെങ്കിലും ഒരാളെ കൂടെ വിടുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു സംശയം. ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി വലിയ കഴമ്പൊന്നുമില്ല, എവിക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അവിടെ നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ, കിച്ചണത്തെ പ്രശ്നങ്ങള്, ഇവര് തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കുന്നതെല്ലാം വീഡിയോ റീപ്ലേ ചെയ്യുക. അപ്പൊ അതിലൂടെ ഇനിയെങ്കിലും ഉള്ള കണ്ടസ്റ്റൻസ് ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കാനും, അതായത് ഈ ഡെർട്ടി ഗെയിം, അതാണ് 2-3 പ്രാവശ്യം പറയാം, ഡെർട്ടി ഗെയിം അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഡെർട്ടി ഗെയിം കളിക്കാനാണെങ്കിൽ ഇതിന് വരണ്ട, ഡെർട്ടി ഗെയിം മാറ്റുക ഉള്ളവര്. അതിന് വേണ്ടിയിട്ടാണ് 1-2 സംഭവങ്ങളുടെ വീഡിയോ ഇന്ന് റീപ്ലേ ചെയ്ത് ഈ ഹൗസ് മെമ്പേഴ്സിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ആദ്യമേ വന്നപ്പം ലാലേട്ടന്റെ ഇന്നൊരു ജുബായും ഒക്കെ ഒരു പിങ്ക് കളർ ഒരു ജുബ, ഒരു കുർത്തമാരി ഒരു സാധനമൊക്കെ ഇട്ടിട്ടാണ് വന്നത്. നല്ല ലുക്കായിരുന്നു, അതേതായാലും പറയണമല്ലോ. പിന്നെ ആദ്യമേ വന്നു കഴിഞ്ഞാൽ ഫേവറിറ്റിസം ആയിരുന്നു. അവിടെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു പലർക്കും, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈന്റുകൾ. ബിഗ് ബോസിനെതിരെ ഇവർ പലപ്പോഴും പല സന്ദർഭത്തിൽ പറഞ്ഞ കാര്യങ്ങള്, അനിമോള്, ഷാനവാസ്, നെവിന്, ഇവരൊക്കെ ബിഗ് ബോസ് അങ്ങനെയാണ്, സെൽഫിഷാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് പിന്നെ ഫുഡ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കംപ്ലൈന്റ്. ഇപ്പം പല പ്രാവശ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനാണോ വരുന്നത്, നിങ്ങൾ ഇവിടെ ഗെയിം കളിക്കാനാണോ വരുന്നത്? അങ്ങനെ പല കാര്യങ്ങളിലൂടെ ഈ ബിഗ് ബോസിന്റെ ശരിയായ പല നോംസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൂടെ ഇന്ന് പല കാര്യങ്ങളിലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പിന്നെ അടുത്തതായിട്ട് വന്നത് പിന്നെ അക്ബറിനെ എല്ലാരെയും ഇങ്ങനെ ഓരോരുത്തരെ അവരുടെ ഹൗസിനുള്ളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ചപ്പാത്തി പ്രശ്നം, മട്ടൻ പ്രശ്നം, കൂടുതൽ മട്ടൻ കഴിച്ചതാര്, മട്ടൻ കട്ടതാര്, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങള്, വലിയ ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒരു എന്തുവാണ് പറയുന്നത്, ഫണ്ണായിട്ടാണ് ലാലേട്ടൻ ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ലക്ഷ്മിയുടെ ഒരു കുഞ്ഞിന്റെ കാര്യം ഒരു വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ ആ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലാലേട്ടൻ അതിനോട് മറുപടി, കൃത്യമായ മറുപടി. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണിക്കുന്നില്ല, അവരുടെ ആ ഒരു വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിനെന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇന്ന് ലാലേട്ടൻ വരുത്തിയിട്ടുണ്ട്. അതായത് നിയമം അത് അനുവദിക്കുന്നില്ല. ഇതിനകത്ത് പല നോംസും പല കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ചുമ്മാ ബിഗ് ബോസ് മൈക്കിക്കൂട്ടി ഇങ്ങനെ പറയുന്നത് അല്ല, അങ്ങനൊന്നും അല്ല. അതിന്റെ നിയമ സാധുതകൾ ഒത്തിരി ഉണ്ട്. നിയമത്തിന്റെ വശത്തിൽ കൂടെ ഒരു കുട്ടിയെ അകത്ത് കയറ്റുന്ന നേരത്തെ കയറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. അപ്പൊ നിയമം അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസും പറയുന്നുണ്ട്, ലക്ഷ്മിയുടെ സന്തോഷത്തിന് കുട്ടിയെ കാണിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം അത് മാറ്റേണ്ടി വന്നു. അത് മറ്റൊന്നുമല്ല, നിയമം അനുവദിക്കാത്തതുകൊണ്ട്. അത് ആ കാര്യം ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്തതായിട്ട് ലക്ഷ്മി സമ്മതിച്ചു. അതാണ് ആ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദം. ലക്ഷ്മിയുടെ ഇപ്പോഴുള്ള ഹസ്ബൻഡ് വന്നിട്ട് പിന്നെ ഏഷ്യാനെറ്റ് എന്തോ അങ്ങനെ കാണിച്ചതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഒരു ക്ലാരിറ്റി ഇന്ന് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാബുമാന് പ്രോട്ടീൻ പൗഡർ വേണം, അല്ലെങ്കിൽ പയറോ കടലയോ ധാന്യങ്ങളോ ഒക്കെ കൂടുതൽ കിട്ടണം. ഇവനിവിടെ ജിംനേഷ്യത്തിലാണ് പോകുന്നതൊക്കെ ചോദിക്കുന്നത് എല്ലാവരും. ഇവന് ശരീരം ഉണ്ടാക്കാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പോരെ. ഇവിടെ സത്യത്തില് ഒനിയിലേക്കായിൽ ഒരു പോകേണ്ട ഒരാള് എൻ്റെ ഒരു ഇതില് സാബുമാനായിരിക്കും. കാര്യം സാബുമാനൊക്കെ ഇപ്പം വൈൽഡ് കാർഡായിട്ട് കയറി വന്നുകൊണ്ട് നിർത്തുന്നതായിരിക്കും കുറച്ചു ദിവസം, അല്ലെങ്കിൽ അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ സാബുമാനൊക്കെ പോകും. ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു ആൻസറും അതും ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിട്ടാണ് സാബുമാനെ എനിക്ക് തോന്നിയത്.
എന്തായാലും ശരി, സാബുമാന്റെ ലാലേട്ടൻ ചോദിച്ചതിന് പറയുന്നുണ്ട് ഇവിടെ ജിംനേഷ്യം ഒന്നും അല്ല, നിങ്ങൾക്ക് ശരീരപുഷ്ടി വരുത്താൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തിലെ ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് വന്നത് ആര്യൻ ജിഷേൽ വിഷയമാണ്. ഇത് പുതുപ്പനടിയിലെ വിഷയം മുതൽ ഇങ്ങോട്ട് ഇതൊരു ഒരു ഒരു ആളി കത്തുന്ന ഒരു സംഭവമാക്കി. ബിഗ് ബോസിലെ ഹൗസിലെ ഈ അംഗങ്ങൾ ഇത് തണുത്തു കഴിഞ്ഞാൽ ഇത് കുത്തിപ്പൊക്കുന്ന അക്ബർ ഒനിയിൽ ഇഷ്യൂസ് ആണ് ഇതിനകത്തിൽ മെയിൻ ഒരു ഇത് വന്നത്. അത് വീഡിയോ റീപ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒനിയില് പറയുന്നു, ഒനിലിന്റെ ഭാഗം ന്യായീകരിച്ച് പറയുന്നു, അക്ബറിന്റെ കാര്യം ന്യായീകരിക്കുന്നു. എന്തായാലും ശരി, ജിസേലിന് മൂന്നാമതൊരു കാര്യം വ്യക്തമായി, ഇവര് ആരൊക്കെയോ ഡ്രാമ കളിക്കുന്നു എന്ന് മനസ്സിലായി. എന്തായാലും ശരി, അതാണ് ഇന്നത്തെ ഒരു ഇഷ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പഴയ ഒരു സംഭവം പൊക്കിയെടുത്തോണ്ട് വന്ന് കാണിച്ചത് ആര്യൻ ജിസേൽ ഇഷ്യൂസ് ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആര്യൻ ജിസേലിൽ നിന്ന് ഒത്തിരി അകലാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാർ വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റമായിരിക്കും. ആര്യൻ ഇവിടെ സാരിത്തുമ്പെ കടിച്ചു നടക്കുക എന്നുള്ളൊരു പബ്ലിക് ടോക്ക് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയോ മനസ്സിലാക്കി ആര്യന്റെ കളം മാറ്റുകയാണ്. ആര്യൻ ജിസേലിനെ വിട്ട് ലക്ഷ്മിയെ പിടിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ലക്ഷ്മി അടുത്ത് ഇരുത്തുന്നു, ലക്ഷ്മി അടുത്ത് കിടന്ന് ഉറങ്ങുന്നു. അപ്പൊ ഇടയ്ക്ക് ചോദിക്കുന്ന മറുപടി പറഞ്ഞു. അപ്പൊ ജിസേലിനെ മാറ്റിയിട്ട് ലക്ഷ്മി ഇരുത്തിയാക്കിയ ഒരു വലിയ വിഷയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം പറയുന്നു, നീ ഇങ്ങനെ കളകലാന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നിന്നെ മാറ്റി പോകാൻ പറഞ്ഞത്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് പറഞ്ഞത്, ലക്ഷ്മി ആകുമ്പോ അങ്ങനെ സംസാരിക്കത്തില്ല എന്നൊക്കെ ഒരു ന്യായീകരണം പറഞ്ഞത്. എന്തായാലും ശരി, ജിസേലിനും ആര്യന്റെ തനി കോണം ഇന്ന് ബിഗ് ബോസിൽ മനസ്സിലാക്കി കൊടുത്തു. ബിഗ് ബോസ് കൂടാണ് അതിന് കാരണമായത്. കാര്യം ഇതിപ്പം പബ്ലിക്കിന്റെ പൾസ് ഈ ഫാമിലി എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പബ്ലിക് എങ്ങനെയാണ് ഇതിലെ കണ്ടസ്റ്റൻസിനെ കാണുന്നത്, അത് ഇവർക്കൊരു പിക്ചർ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഏകദേശം ഇന്ന് നമുക്കൊരു കാര്യം അറിയാം, അനീഷ്, ഷാനവാസ്, അനുമോള്, ഇങ്ങനൊക്കെ ഒരു 3 പേരുടെ കാര്യം ഈ ടോപ്പ് 5 3 പേരായിട്ടുണ്ട് എന്റെ ഒരു കണക്കൂട്ടല്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിന്റെ ഇതിൽ മാറി മറിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്പം ലാലേട്ടൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് പറഞ്ഞു, ആരൊക്കെയാണ് കേക്ക് വേണമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, സ്റ്റോർ റൂമിൽ പോകാൻ പറയുന്നു, കേക്ക് കൊടുക്കുന്നു, കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഭയങ്കര എന്തോ അല്ല, അംഗനവാടിയിലെ പിള്ളേർക്ക് ഭയങ്കര ഡിസിപ്ലിൻ കേട്ടോ. അംഗനവാടിയിലൊന്നും അല്ല, പണ്ട് ഈ ഉപ്പാവനൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആടി ഒരു തെളിവൊക്കെ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പം ഇതിനകത്ത് ഇന്ന് എല്ലാരും മഴക്ക് കേക്ക് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അവിടെ ഒരു വിഷയം വരുന്നത് ജിസേലിനെ അനുമോള് ഈ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഓരോ സംഭവങ്ങൾ. പക്ഷെ ഇതിനകത്ത് നിന്ന് വളരെ ക്രൂക്കഡായിട്ട് പിന്നെ ലക്ഷ്മി 3 പീസ് കേക്ക് അടിച്ചു മാറ്റി ആരും കാണുന്നില്ല, ബിഗ് ബോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ, അവിടെ ഒരു ഡിസ്കഷൻ, ഇതൊക്കെയായിരുന്നു കാണിക്കുന്നത്. അത് എന്തിനു കാണിച്ചു എന്ന് വെച്ചാൽ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആര്യൻ ജിസേൽ വിഷയമാണ് ഇന്നത്തെ. അക്ബറിനെ പൊളിച്ചടുക്കി ഒനിയില്, എന്തായാലും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒനിയിലെ പൊളിച്ചടുക്കി അക്ബറിനും ഒക്കെ പറയാം. പിന്നെ കുത്തിത്തിരിപ്പ് എല്ലാം ഇവരുടെ ഈ ഇടയിലുള്ളത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിന് ഇവര് ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുത്തിത്തിരിപ്പ് കുറെ മാറും. ഇനി ടാസ്കിലേക്ക് ടൈറ്റ് ഈ ഇതിലേക്ക് പോവുകയാണ്, ടാസ്കുകളിലേക്ക് ഗെയിം കളിക്കാനാണ്, ഡെറ്റ് ഗെയിം മാറ്റി നല്ല ഗെയിം കളിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ശരി, ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോവും, ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ അടിയുടെ സമയങ്ങളാണ്, അടി കാണിക്കാറുണ്ടായിരുന്നു. അതിന് അടിയെല്ലാം കാണിച്ചു കഴിഞ്ഞ് എവിക്ഷനിലേക്ക് പോവാണ്. എവിക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ്, അതായത് ഒരു വീഡിയോ ഇങ്ങനെ പോകുന്നു, റൺ ചെയ്യുന്നു. അപ്പൊ അതിന് ഒരാളുടെ പേര് അവിടെ വന്നിരിക്കുന്നു, സേവ്ഡ് എന്ന് എഴുതി കാണിക്കുന്നു. ആദ്യം അനുമോടെ വന്നു, സേവ്ഡായി. അത് കഴിഞ്ഞ് സാബുമാന്റെ വന്നു, സേവ്ഡായി. എന്തിനാണോ സേവ് ചെയ്ത് അക്കൗണ്ട്, ബിഗ് ബോസിന്റെ തീരുമാനമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഒനിയിലും ലക്ഷ്മിയാണ്. അപ്പൊ ലക്ഷ്മിക്ക് ടെൻഷൻ കയറുന്നു. എന്തായാലും ശരി, നമ്മുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു അതുപോലെ തന്നെ
ഒനീലിനെ എവിക്ട് ചെയ്തിരിക്കുകയാണ്. ഒനീലിന് വളരെ ഹാപ്പിയായി ഇത്രയും ദിവസം നിൽക്കാൻ സാധിച്ചില്ല. ഇമോഷൻ ഒന്നും ആയിട്ടില്ല ഒനീല്. പക്ഷെ നെവിന് ബാക്കിയുണ്ടായിരുന്ന 2 കോയിൻ കൊടുത്ത് അങ്ങനെ ഇന്ന് അവിടെ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ഒനീല്. നാളെ ഇനി എവിക്ഷൻ കാണുമോ? നാളെ ഇനിയും എന്ത് സബ്ജക്റ്റ് ആണ് ഇതും? ഏറെക്കുറെ ഈ ആഴ്ചത്തെ എല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നാളെ ഇനി എന്ത് പരിപാടിയാണ് ലാലേട്ടന്റെ എപ്പിസോഡിലുള്ളത് എന്നൊരു ആകാംക്ഷയുണ്ട്. പ്രമോ ഏതെങ്കിലുമൊക്കെ വരും. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.